ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ വൻ തിരിച്ചുവരവ് നടത്തിയ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. മുംബൈക്ക് ഇത്തവണ അതിശക്തമായ ടീമുണ്ടായിട്ടും ആദ്യ മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ടീം കാഴ്ചവെച്ചത്. അവസാന 6 മത്സരത്തിലും ജയിച്ച മുംബൈ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്താണുള്ളത്. ഇത്തവണ പ്ലേ ഓഫിൽ മുംബൈ ഇന്ത്യൻസ് ഉണ്ടാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. 5 തവണ കിരീടം നേടിയ മുംബൈ ഇത്തവണ 6ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ഇടവേളയ്ക്ക് ശേഷം മുംബൈ കിരീടത്തിലേക്ക് എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈയിൽ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ഫോമിലേക്ക് എത്തിയതോടെയാണ് ടീമിന് വലിയ ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്നത്. ബൗളിംഗ് നിരയിൽ ദീപക് ചഹാനും ട്രെന്റ് ബോൾട്ടും ജസ്പ്രീത് ബുംറയുമെല്ലാം എതിരാളികളെ എറിഞ്ഞൊതുക്കുകയാണ്. ഇവർ ഫോമിലേക്ക് എത്തിയതോടെ ബൗളർ എന്ന നിലയിലെ ഹാർദിക്കിന്റെ സമ്മർദ്ദം കുറഞ്ഞിട്ടുണ്ട്. സ്പിന്നർ കരൺ ശർമ്മയും മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. മുംബൈ ഫോമിലേക്ക് എത്തിയതോടെ മറ്റ് ടീമുകൾക്കാണ് ഇപ്പോൾ ആശങ്ക. പ്ലേ ഓഫിലേക്ക് എത്തിയാൽ കപ്പ് കൊണ്ട് മടങ്ങുന്നതാണ് മുംബൈയുടെ ശീലം. അത് ഇത്തവണയും ആവർത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ മുംബൈയുടെ കിരീട സാധ്യത അമ്പാട്ടി റായുഡു തന്നെ വിലയിരുത്തുകയാണ്. മുംബൈ പ്ലേ ഓഫിൽ എത്തിയാൽ കിരീടം ഉറപ്പാണ്. മുംബൈ ഇന്ത്യൻസ് 5 തവണ കപ്പ് നേടിയ ടീമാണ്. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ വലിയ മത്സരങ്ങൾ ജയിക്കാൻ മറ്റ് ടീമുകളെക്കാൾ നന്നായി മുംബൈക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫിലേക്ക് എത്തുന്ന മുംബൈ എതിരാളികൾ ഭയക്കണം. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ മുംബൈ പ്ലേ ഓഫിൽ തോറ്റു പുറത്തായത് വിരളമായെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇത്തവണയും മുംബൈ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ കപ്പിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണെന്ന് നിസ്സംശയം തന്നെ പറയാൻ സാധിക്കും. ബാറ്റിംഗിലും ബൗളിംഗിലും സന്തുലിതമായ പ്രകടനം നടത്താൻ മുംബൈക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബുദ്ധിപരമായി കളിക്കുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ്. സാഹചര്യം വിലയിരുത്തി കളിക്കാൻ മുംബൈ എന്നും മിടുക്കരാണ്. എപ്പോഴും തങ്ങളുടെ കരുത്ത് തിരിച്ചറിഞ്ഞാണ് അവർ കളിക്കുന്നത്. സമ്മർദ്ദത്തെ നന്നായി മറികടക്കാൻ അവർക്ക് കഴിവുണ്ട്. പ്ലേ ഓഫിലേക്ക് എത്തിയാൽ മുംബൈ എപ്പോഴും അപകടകാരികളായ ടീമാണ്. പ്ലേയിങ് 11-ലെ എല്ലാവരും മാച്ച് വിന്നർമാരാണെന്നും അമ്പാട്ടി റായുഡു പറഞ്ഞു. സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും മോശം ഫോമിൽ എത്തിയതാണ് ആദ്യ മത്സരങ്ങളിൽ മുംബൈ പിന്നോട്ടേക്ക് അടിച്ചത്. എന്നാൽ ഇരുവരെയും മുംബൈ പിന്തുണയ്ക്കുകയും അവരുടെ റോളിൽ വിശ്വസിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലം മുംബൈക്ക് ലഭിച്ചു. രോഹിത് ഫോമിലായതോടെ സഹ ഓപ്പണറായ റിയാൽ റിക്കൽട്ടൺ താളം കണ്ടെത്തി. ഇപ്പോൾ എല്ലാ മേഖലയിലും മുംബൈ അതിശക്തരാണ്. അതുകൊണ്ട് തന്നെ കപ്പിലേക്ക് എത്താൻ സാധ്യത വളരെ കൂടുതലാണ്. മുംബൈ സമ്മർദ്ദത്തെ മറികടക്കുന്ന ടീം. നിലവിൽ പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്ന മറ്റ് ടീമുകളെയെല്ലാം പ്രധാന പ്രശ്നം സമ്മർദ്ദത്തെ മറികടക്കാൻ കഴിവില്ലാത്തതാണ്. വലിയ മത്സരങ്ങളിൽ ഈ ടീമുകൾ പ്രയാസപ്പെടുകയാണ്. എന്നാൽ മുംബൈ ഇത്തരം മത്സരങ്ങളിലും വിജയം നേടാൻ കരുത്തുള്ളവരാണ്. ഹാർദിക് പാണ്ഡ്യയെ പോലൊരു മികച്ച നായകൻ മുംബൈയുടെ ശക്തിയാണ്. ഹാർദിക്കിന് പിഴയ്ക്കുമ്പോൾ പിന്തുണയ്ക്കാൻ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും എല്ലാം ഉണ്ട്. 4 നായകന്മാരുടെ ബുദ്ധിയാണ് മുംബൈക്ക് കരുത്തു പകരാനായി കാത്തു നിൽക്കുന്നത്. ഇത് മറ്റൊരു ടീമിനും അവകാശപ്പെടാനില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ മുംബൈ കപ്പിലേക്ക് എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.